50% താരിഫ് ഇപ്പോൾ ഇന്ത്യക്ക് എന്തായാലും ഉണ്ട്. ഇനി 75% താരിഫിലേക്ക് അത് ഉയരുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളും ഉയർത്തുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഇറാനുമായി സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും 25% താരിഫ് കൂടി ട്രംപ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ ഈ പുതിയ ഭീഷണി ഇറാനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആഗോള വ്യാപാര ലോകത്ത് വീണ്ടും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. റഷ്യയ്ക്ക് ശേഷം ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് നേരിട്ടാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ പുതിയ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യക്ക് വ്യാപാര വെല്ലുവിളികൾ വർദ്ധിക്കുന്നു. കാരണം ഇന്ത്യക്കും ഇറാനും ഇടയിൽ നിരവധി വസ്തുക്കളുടെ വലിയ വ്യാപാരം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾ US കയറ്റുമതി ചെയ്യുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ നൽകേണ്ടി വരുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് അന്തിമമാണെന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും ഉടനടി പ്രാബല്യത്തിൽ വരികയും ചെയ്യും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ തീരുമാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായിരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ US ഇതിനകം തന്നെ 25% തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇത് 50% വർദ്ധിച്ചു. ഇറാനുമായുള്ള വ്യാപാരത്തിന് ഇനി 25% കൂടെ തീരുവ വന്നാൽ ഇന്ത്യക്ക് മേലുള്ള US തീരുവ 75%-ത്തിലെത്താം. 2019 മുതൽ USന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി നിർത്തിവച്ചിരുന്നു. ഇത് മറ്റു വസ്തുക്കളുടെ വ്യാപാരം പക്ഷേ ഇപ്പോഴും സജീവമാണ്. അപ്പോൾ ഇനി മറ്റു വസ്തുക്കളുടെ വ്യാപാരം കൂടെ ഇന്ത്യക്ക് നിർത്തിവെക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഇന്ത്യക്കെന്നല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും നിർത്തിവെക്കേണ്ടി വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സമീപ വർഷങ്ങളിൽ ഇറാന്റെ 5 വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള പ്രധാന കയറ്റുമതിയിൽ അരിയുണ്ട്, ചായയുണ്ട്, അതായത് ചായപ്പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, സിന്തറ്റിക് ഫൈബറുകളുണ്ട്, ഇലക്ട്രിക്കൽ മെഷീനറികളുണ്ട്, കൃത്രിമ ആഭരണങ്ങളുണ്ട്. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന ഇറക്കുമതിയിൽ ഉണങ്ങിയ പഴങ്ങളുണ്ട്, ജൈവ അജൈവ രാസവസ്തുക്കളുണ്ട്, ഗ്ലാസ് വയർ എന്നിവ ഉൾപ്പെടുന്നു. ഇറാൻ ഇന്ത്യയുടെ ഒരു വ്യാപാര പങ്കാളി മാത്രമല്ല, ചബഹർ തുറമുഖം വഴി മധ്യേഷ്യയിൽ എത്താനുള്ള ഒരു മാർഗം കൂടിയാണെന്നത് എടുത്തു പറയേണ്ടതാണ്. ട്രംപ് ഭരണകൂടം താരിഫുകളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യ ഇറാനുമായിട്ടുള്ള വ്യാപാരം കുറയ്ക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്താൻ തയ്യാറായില്ല. അതുപോലെ തന്നെ ഇറാനുമായി അതേ നയം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വിഷയം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.